വിനിത, ഒരു 10,000 ആൾക്കാർ വന്നാൽ ലക്ഷത്തിൻ്റെ മതിപ്പ് തോന്നുന്ന ഒരു വേദിയാണിത്. അത് 10,000-ഓളം കസേരകൾ ഉണ്ട്, 5,000-ലധികം കസേര ഉണ്ടെന്ന് ഉറപ്പാണ്. ആ കസേരകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നു. ഇടിമുഴക്കമാണ് കേൾക്കുന്നത്. ഈ മൈക്കിലൂടെ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നല്ല മഴക്കോളുണ്ട്. ഈ മഞ്ചേരി ഭാഗത്ത് മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ തന്നെ മഴയും മഴക്കോളും ഇടിയും മിന്നലും ഒക്കെയാണ്. പക്ഷേ സമയമാവുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് എത്തിത്തുടങ്ങുമെന്നുള്ളതാണ്. മഴയത്ത് പോലും വന്ന നേരത്തെ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ഈ വേദി നിറയുന്നുള്ളത് തന്നെയാണല്ലേ? നിറയാൻ തന്നെ സാധ്യത. ഇവരിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ മാതിരി നല്ല മഴയാണ്. 1 ലക്ഷമാണ് അൻവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 10,000 വന്നാലും ഈ സ്ഥലത്ത് 1 ലക്ഷത്തിൻ്റെ മതിപ്പ് പോകുന്നു അല്ലേ? അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ആൾക്കൂട്ടം ഇരച്ചെത്താൻ പോകുന്നത്. നിലമ്പൂരിൽ ചന്തക്കുന്നിൽ വെറും 200 പേര് വരും എന്ന് പറഞ്ഞിടത്തേക്കാണ് 6,000 ആളുകൾ വന്നിട്ടുള്ളത്. കേവലം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമുള്ള ആളുകളല്ല എന്നുള്ളതാണ്. കാരണം മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ ലൈവ് പോകുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, ജസീല ജംഗ്ഷൻ മഞ്ചേരിയിൽ എവിടെയാണെന്ന് ചോദിക്കുന്നത്. നിരവധി ആളുകൾക്ക് അൻവറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പിന്തുണയുള്ള വ്യക്തി കൂടിയാണ് അൻവർ എന്നുള്ളത്. അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഒരു ഘട്ടത്തിൽ CPM നിന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ സൈബർ ഇടങ്ങളിൽ ആരംഭിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനെ ബാധിച്ചിട്ടില്ല. സ്വാഭാവികമായും യുവാക്കൾ തന്നെയാണ് അതിൽ സമൂഹ മാധ്യമങ്ങളിൽ ബഷീർ പറയുമ്പോഴേ കടന്നൽ രാജയായിരുന്നു ആ രാജ്യം. PV അൻവർ എന്ന് പറയുന്ന ഒരു അച്ചുതൊണ്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുക കേരള രാഷ്ട്രീയം. ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അൻവറിന് മറുപടി പറയാനും അൻവറിനെ പിന്തുണയ്ക്കാനും അൻവറിനെ വിമർശിക്കാനും അങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളം ഒരു പക്ഷേ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത പലതരത്തിലുള്ള ആരോപണങ്ങൾ, വിവരങ്ങൾ, തെളിവുകൾ, അതിനപ്പുറത്തുള്ള വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും അൻവർ പുറത്തുവിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം അത് ചർച്ചയായത്. മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെ അത് ഏറ്റെടുക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷെ അത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി പറഞ്ഞു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ അൻവറിന് വ്യക്തതയുണ്ട്. അതായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു ഫാൻ ബേസിന്റെ കാരണം എന്ന് പറയുന്നത്. പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ ഏറ്റെടുക്കാനും അൻവർ വേണ്ടി വന്നു എന്നുള്ളത് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിനെ കുറിച്ച് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിരുന്നു. പോലീസിലെ RSS വൽക്കരണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം അൻവർ പറഞ്ഞപ്പോൾ ചർച്ചയാവുന്നു. ADGP MR അജിത് കുമാറിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും സർക്കാരിന് വലിയ തലവേദനയായി തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പ്രതിപക്ഷം പിന്തുണ കൊടുക്കുമ്പോൾ അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ നേരിട്ട് പറയാൻ, അദ്ദേഹത്തിന് രാഷ്ട്രീയ നയരേഖ പ്രഖ്യാപിക്കാൻ അൻവർ മഞ്ചേരിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേദി നിറയും എന്ന് ഉറപ്പാണ്. ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ട്. രഞ്ജിത്ത്, ഇത് കാണേണ്ടത് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഈ അരീക്കോടും അതുപോലെ വേങ്ങരയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ചന്തക്കുന്നിലെ പരിപാടിക്ക് ശേഷം. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ CPM അൻവർ സംഘടിപ്പിച്ച ചന്തക്കുന്നിൽ തന്നെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ ആ പരിപാടിയിലേക്ക് എത്തിക്കുന്നു. മറ്റു പല പ്രഭാഷകരും, ജില്ലാ സെക്രട്ടറി N മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് എത്തുന്നു. സ്വാഭാവികമായും ആ ഒരു പരിപാടി CPM പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായിട്ട് മഞ്ചേരിയിൽ ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം അൻവർ നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പക്ഷേ കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള യോഗങ്ങൾക്ക് കഴിയുന്നതിന് ശേഷമായിരിക്കും. ഇന്നിപ്പോൾ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് പറയുമ്പോഴും ഇതൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം തന്നെയാണ്. തത്വത്തിൽ രാഷ്ട്രീയ പാർട്ടിയാണ്. സാങ്കേതികമായി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കൊണ്ടാണ്.